വീണ്ടും 2026 ആയപ്പോൾ വീണ്ടും എന്താണ് 2026 രണ്ടാമത്തെ ജോക്കർ വേഷമാണ്. നാളെ ചേരാനിലൊരു കാർണിവൽ നടക്കണമെന്ന് പറയുന്നത്. അവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. ഇന്നിപ്പോൾ സൺഡേ 11 ജനുവരി. ഇന്ന് വർക്ക് ഉണ്ടായില്ല. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ പുറകെ നടന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ അങ്ങനെ ഇന്ന് വെറുതെ ഇരുന്നുകൊണ്ട് ചേരാനിലൊരു കാർണിവലിൽ പങ്കെടുക്കാൻ പോകണം. അവിടെ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. കൂടെ രഞ്ജിത്തുണ്ട്. അവിടെ നമ്മുടെ മേക്കപ്പ് ഗേളോടെ അപ്പുറത്ത് സൈബർ ചേച്ചിയുണ്ട്. മേക്കപ്പ് ഗേളോടെ മേക്കപ്പ് അല്ല കേട്ടോ, അവളുടെ തീമായിരുന്നു ഇത്. ആദ്യമായിട്ട് ജോക്കറായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടാ. അതാണ് രണ്ടാമതും. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പെയിന്റ് ഒക്കെ ബാക്കിയിരിക്കണ്ടായിരുന്നു, പുട്ടിയും കാര്യങ്ങളും. അപ്പൊ എന്തായാലും ആ വഴിക്ക് പോട്ടെ, പുട്ടിയും കാര്യങ്ങളുണ്ടായി. അപ്പൊ എന്തായാലും ഇന്ന് ഫ്രീ ആയതുകൊണ്ട്. അല്ല, ഞങ്ങൾ വേറൊരു സാധനം പ്ലാൻ ചെയ്തായിരുന്നു അല്ലേ? അവള് തന്നെ പറഞ്ഞായിരുന്നു ഗോസ്റ്റ് റൈഡർ അല്ലേ? അത് നല്ലതായിരുന്നു. പക്ഷെ അന്വേഷിച്ചിട്ട് അതിന്റെ ജാക്കറ്റ് മാത്രം, ടോപ്പില് മാത്രം കിട്ടുള്ളൂ. പിന്നെ പാന്റ് ചങ്ങല അങ്ങനെ പിന്നെ വേണ്ടെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ലാസ്റ്റ് എനിക്ക് ഇത് തന്നെ ഒന്നുകൂടി ചെയ്യാന്ന് പറയാം. ഓക്കെ ചെയ്യാന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. രഞ്ജു വേറെ എന്തെങ്കിലും പറയണ്ടത്? എനിക്കാ കാണുന്നവർക്കാ? എനിക്കാ. ശ്രീമതി ചൈതന്യ ഈ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. മതസൗഹാർദ്ദ കാർണിവൽ റാലി ആരംഭിക്കുകയാണ്. വേഷപ്രച്ഛന്നധാരികളായ നിരവധി മത്സരാർത്ഥികളും ഒരാൾക്ക് കൂടെ നടക്കാന്ന് പറഞ്ഞ ചേരാനൊരു പോലീസ് സ്റ്റേഷൻ്റെ വായിക്കലെത്തിയപ്പോഴാണ് നമ്മുടെ വിനോദ് സാറിനെ കണ്ടു. വിനോദ് സാറ് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ ഫ്രണ്ടാണ്. വിനോദ് സാറിൻ്റെ ഇപ്പോൾ ഒരു ഫോട്ടോ വേണ്ടി ഇട്ടാണ് ഞാൻ.
പുലിയോടെ കയ്യൊക്കെ എടുക്ക്. പുലി കടിച്ചാനിപ്പോ അവിടെ ചേറന്റെ മീൻ വേണ ഉടമ്പുളി ഇട്ട് വെക്കണ ചേറന്റെ മീൻ എത്ര കിലോ ഉണ്ട്? 2 കിലോ ഉള്ള ചേറന്റെ മീൻ വേണ. ആ നല്ല മീനാണ്, മേടിക്കാൻ നമുക്ക്. ഈ ജോക്കർ വേഷം കിട്ടിയപ്പോൾ കൂടുതൽ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കുഞ്ഞു കുട്ടികളുടെ നിന്നും പിന്നെ ഫോട്ടോ വെച്ചിട്ട് ഫോറിനേഴ്സിൻ്റെ നിന്നൊക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേരാണ് കൂടുതൽ ജോക്കറിനെ കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഇതെനിക്ക് തോന്നുന്നത് കാർണിവൽ റാലി കപ്പേള ജംഗ്ഷൻ, അവിടുത്തെ കപ്പേള ജംഗ്ഷനിൽ എത്തിയപ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരെല്ലാവരും തന്നെ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഇത് കാഴ്ച കാണാൻ നിന്നിട്ടാണ്. നല്ലൊരു ഇതായിരുന്നു, അനുഭവമായിരുന്നു. എന്തായാലും അടുത്ത തവണ ഇതിലും ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും പങ്കെടുക്കാനോ അല്ലെങ്കിൽ കാണാനോ സാധിക്കട്ടെ, അതും കൂടി പറയുന്നു. അതുപോലെ ഈ കാർണിവലിൽ പങ്കെടുത്തപ്പോൾ കുറേ അറിവുകൾ, കാർണിവലല്ല പല കാര്യങ്ങളും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ കുറേ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ കൊച്ചിൻ കാർണിവലിൽ, അതായത് ഫോർട്ട് കൊച്ചിയിലെ കൊച്ചിൻ കാർണിവലിൽ 2nd സ്ഥാനമാണെന്ന് കേൾക്കണം. 1st സ്ഥാനം ഗോവക്കാണെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമുക്ക് ഇത് കണ്ട് ചിരി അടക്കി പിടിച്ചിരിക്കണം. അതുപോലെ വഴിയിൽ വെച്ച് കിരണിനെ കണ്ടപ്പോൾ കിരൺ ഒരു ഫോളോവറാണെന്ന് പറഞ്ഞ് വന്നു. വളരെ സന്തോഷം തോന്നി. കാരണം കാർണിവലിൽ 1-ാം തീയതി നമ്മൾ ഫോട്ടോ വെച്ച് പോയായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കിരണിനെ മനസ്സിലാക്കി വന്നിരുന്നു. വളരെ സന്തോഷം തോന്നി. പിന്നെ ഇവരുടെ ഈ ഒരു കൂട്ടായ്മയുടെ പരിപാടികൾ, സ്നേഹം മതസൗഹാർദ്ദ കാർണിവൽ അടിപൊളിയായിരുന്നു. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേരാനൂരിലെ പരിപാടിക്ക് പോണത്. എന്തായാലും നെക്സ്റ്റ് ടൈം നിങ്ങളും കൂടി അവിടെ ചെന്ന് പങ്കെടുക്കും. അതുപോലെ മുഴുവൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാനത് കഴിഞ്ഞിട്ട് വേഗം ഇങ്ങോട്ട് പോരേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിനെ ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.